തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. അത്ര അത്ര ഒരു വളരെ നിർണായക നിമിഷമാണ്. കാരണം പഴയ പോലെ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ചാൽ അവർ കോൺഗ്രസിനെ കൊണ്ടു കൊടുക്കുന്നത് RSSന്റെ വായിലേക്കായി. പഴയ പോലെ അല്ല, എനിക്ക് ഉറപ്പാണ് ആ കാര്യം. കാരണം ഇനി പഞ്ചാബ്, ഉത്തർപ്രദേശ് അവർ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയാണ് അവർ പിടിക്കാൻ ശ്രമിക്കുന്നത്, പഞ്ചാബാണ് പിടിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ ഈ 3 സീറ്റും വെച്ച് ഈ 5000 ശാഖയുമായി അവർ വെറുതെ ഇരിക്കുമെന്ന് കോൺഗ്രസിലെ ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ, പഴയ ഗ്രൂപ്പുകളിയുമായി ഇറങ്ങുകയാണെങ്കിൽ CPM അതിന്റെ മതനിരപേക്ഷ നിലപാടുകളിൽ വെള്ളം ചേർത്ത് സതീശനെതിരായിട്ടുള്ള വ്യക്തിപരമായ ഒരു രാഷ്ട്രീയം മാത്രം കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് RSS BJP ആയിരിക്കും. അതാണ് 3-ൽ നിന്ന് 30 ആവാൻ അവർക്ക് വഴി വേറെ വേണ്ട. പ്രസിഡന്റ് ഗവർണറെ ഉപയോഗിച്ച് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ ഡീസ്റ്റേബിലൈസ് ചെയ്യാനും അവർക്ക് കഴിയും. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന CPM-ഉം പ്രതിപക്ഷത്തിരിക്കുന്ന BJP-യും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് CPM പ്രതിപക്ഷത്തിന് കഴിയണം. അത് വളരെ വളരെ നിർണായകമാണ്. അത് സതീശന്റെ അതേ ഭാരമാണ് പിണറായി വിജയൻ. തങ്ങൾ എങ്ങനെ ചന്ദ്രശേഖരന്റെ BJP വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമാവുന്നുവെന്ന് ഓരോ ദിവസവും അസംബ്ലിയിൽ തെളിയിക്കണം. അത് ഉയർന്ന രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ, ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധമുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അല്ലാണ്ട് സതീശനെ അടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രതിപക്ഷമായി ജീവിക്കാമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായി. അല്ല, പ്രതിപക്ഷത്തിന്റെ കാര്യം ഇരിക്കട്ടെ. താങ്കൾ നേരത്തെ പറഞ്ഞെന്നും ഈ സതീശൻ മുഖ്യമന്ത്രി ആകുമെങ്കിൽ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് ഇന്ന് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി അരമണിക്കൂർ അദ്ദേഹത്തെ സംസാരിച്ചു, അദ്ദേഹത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ പുറകിലെ വാതിലൂടെ ഗുരുവായൂരിലേക്ക് പോയിരിക്കുന്നു ഭജനയിരിക്കാൻ എന്നാണ് കേട്ടത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. ഈ നേതാക്കൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെയുള്ള സ്ഥാനങ്ങൾ വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് അല്ല അവരുടെ ഭാഗമായിരിക്കുന്ന കോൺഗ്രസ്. രമേശ് ചെന്നിത്തല നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷത്ത് അതുകൊണ്ട് നേതാവായി ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണണം. പിന്നെ കേരളത്തിൽ പഴയ ഒരു പല തലമുറയിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ അല്ല കേരളത്തിലെ കോൺഗ്രസ് അണികളും വോട്ടർമാരും ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാനും രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയണമായിരുന്നു. പിന്നെ KCയുടെ കാര്യം നമുക്ക് വളരെ വ്യക്തമായിരുന്നു. ഇവിടെ ഞാൻ ഇന്നലെ ഒരു വിവാഹ ചടങ്ങിൽ പോയി. അവിടെയും നിങ്ങൾ മാധ്യമപ്രവർത്തകനാണെന്ന് കാണുമ്പോൾ റോഡ് ഷോ മുഴുവൻ KCയോടായിരുന്നു. അയാളെ രാഹുൽ ഗാന്ധിയോടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കോൺഗ്രസോ അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. ഇത് വേണമെങ്കിൽ KCയെ ഇറക്കാനാണെങ്കിൽ ഇത് ആദ്യമേ പറയാമായിരുന്നില്ലേ? വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു കല്യാണ ചടങ്ങിൽ പോയി സാധാരണ മനുഷ്യർ നിങ്ങളോട് പങ്കിടുന്ന രോക്ഷം. അപ്പൊ ഇത് രാഹുൽ ഗാന്ധിയും സ്വയം രക്ഷപ്പെട്ടതാണ്, ആ കുടുംബവും. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു പ്രധാന കാര്യം ഞാൻ ശ്രദ്ധിക്കാം. ഇത്രയും ദിവസം എടുത്തിട്ട് ഒരു KC വേണുഗോപാലിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതിച്ഛായ കോൺഗ്രസിന്റെ ദേശീയ പ്രതിച്ഛായ കേരളത്തിൽ പോകുമായിരുന്നു. വയനാടും ഈ പറയുന്ന അവിടെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മീഡിയയും മിക്ക ആൾക്കാരും രാഹുൽ ഗാന്ധിയുടെ ഒരു മനസ്സ് വായിക്കാൻ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു. ഞാനത് നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്, രേവന്ത് റെഡ്ഡി തെലങ്കാനയിലെ രമേശിനെ പോലെ ഒരു ഉത്തം കുമാർ റെഡ്ഡി ഉണ്ടായിരുന്നു. സീനിയറാണ് അദ്ദേഹം. രാജീവ് ഗാന്ധിയുടെ സുഹൃത്തായിരുന്നു. PCC പ്രസിഡന്റായിട്ട് 10 വർഷം ഇരുന്നു. പക്ഷേ അധികാരത്തിൽ വേണ്ടി ഫൈറ്റ് ചെയ്ത് കൊണ്ടുവന്നത് രേവന്ത് റെഡ്ഡിയാണ്. അദ്ദേഹത്തെ CM ആക്കി. ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെ പഴയ കോൺഗ്രസ് CM-ന്റെ ഭാര്യയായിരുന്ന ഭാര്യ ക്ലെയിം ചെയ്തു അവരെ മുഖ്യമന്ത്രിയാക്കണം. പക്ഷേ അവിടെ ഗ്രൗണ്ടിൽ സതീശനെ പോലെ പണിയെടുത്ത സുഖ്വന്തർ സുഖുവിനെ മുഖ്യമന്ത്രിയാക്കുകയും
വീരഭദ്ര സിംഗിന്റെ മകനോട് ഉപമുഖ്യമന്ത്രിയായി ചേരാൻ പറയുകയും ചെയ്തു. ഇതാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ പോലെ ഇന്ന് കോൺഗ്രസിലെ ഇഷ്ടമുള്ളവർക്ക് വീതിച്ചു കൊടുക്കാനുള്ള സ്ഥാനമാനങ്ങൾ ഇല്ല. അവിടെ ഓരോരുത്തരും ഫൈറ്റ് ചെയ്ത് കോൺഗ്രസിനെ മുമ്പോട്ട് കൊണ്ടുവരുന്നവരെയാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള ഒരു വാസ്തവം മലയാളിക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൃത്യമായി, പ്രത്യേകിച്ച് വയനാട്ടിലെ ആ പോസ്റ്ററുകൾ, ഞാൻ കേട്ടത് വയനാട്ടിലെ പോസ്റ്ററിൽ തീർച്ചയായിട്ടും അവരെ റാറ്റിൽ ചെയ്ത് കാണും. കാര്യം എന്ന് വെച്ചാൽ അത് വളരെ വളരെ അവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അതായത് അവരെ വടക്കേ ഇന്ത്യ തോൽപ്പിച്ചപ്പോൾ വയനാട്ടിൽ വന്ന് അവരെ കേരളത്തിൽ തിളക്കമാർന്ന വിജയം കൊടുത്ത ഒരു ജനതയെ അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധിക്കോ ഗാന്ധി കുടുംബത്തിനോ കഴിയുമ്പോൾ. ശരിയാണ്. താങ്കൾ പറയുന്നത് 100% ശരിയാണ്. കേരളത്തിലെ ഈ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇവിടുത്തെ സംഘടന KPCCയും MLA മാരും പറയുന്നത് അനുസരിച്ചായിരുന്നെങ്കിൽ ഇവിടെ KC വേണുഗോപാൽ വരുമായിരുന്നു. ഏറ്റവും നീചമായ ആരോപണം ഉന്നയിച്ചതും ഇവിടെ പ്രചരിപ്പിച്ചതും ഈ സതീശന് അനുകൂലമായി കേരളത്തിൽ നടന്ന വികാര പ്രകടനം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു പ്രചരണം ഹൈക്കമാൻഡ് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇതോടുകൂടി ഹൈക്കമാൻഡിന്റെ കേരളത്തിലുള്ള സ്റ്റേച്ചർ, അതായത് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പോലും സ്റ്റേച്ചർ അവരെ പറ്റിയുള്ള പ്രതിച്ഛായ താഴത്തു പോയി. ഇത് മനസ്സിലാക്കാൻ കേരളത്തിലുള്ളവർക്കേ സാധിക്കും. അതായത് എനിക്കും നിങ്ങൾക്കും പോലെ കേരളത്തിൽ സാധാരണ കല്യാണ വീട്ടിൽ പോകുന്ന, ചായക്കടയിൽ പോകുന്ന, അല്ലെങ്കിൽ മലബാറിലും തിരുവിതാംകൂറും പോകുന്ന സഞ്ചരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പൾസ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ മാർക്കറ്റിംഗ് ഏജൻസികൾക്ക് പോലും സാധിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളെല്ലാം KC വേണുഗോപാലിൽ കൂടിയാണ് കിട്ടുന്നത്. മറക്കണ്ട, സംഘടനാ സംവിധാനത്തിൽ KC വേണുഗോപാൽ ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ അദാനിയുടെ കഥ തന്നെ എങ്ങനെയാണ്? എന്താണ് ബിഗ് ടി വി KC വേണുഗോപാലിന്റെ സുഹൃത്തായ വിജയ റെഡ്ഡി വെണ്ണല എന്ന് പറയുന്ന ഒരു ഹൈദരാബാദിലുള്ള കോൺഗ്രസിന്റെ തെലങ്കാന ജനറൽ സെക്രട്ടറിയുടെ സഹോദരൻ നടത്തുന്ന ചാനലാണ്. അവസാന നിമിഷം സതീശനെ തോൽപ്പിക്കുവാനായി ഉപയോഗിച്ച ആവനാഴിയിലെ ഒരു പ്രയോഗമായിരുന്നു ഹൈദരാബാദിൽ ബേസ്ഡ് ആയിട്ടുള്ള ആ ഗ്രൂപ്പിനെ ഉപയോഗിച്ചുള്ള അദാനി വിമർശനം. അതെന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? അരിയാഹാരം കഴിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്, ഈ സതീശൻ പോയെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒരു നല്ല എയർപോർട്ട് റിപ്പോർട്ടർക്ക് മുഴുവനും കിട്ടാവുന്നതാണ്. എവിടെ പോയി, ആരെ കണ്ടു, ആരൊക്കെ ആയിരുന്നു ആ ഫ്ലൈറ്റിലെ, ആരാണ് ചാപ്റ്റർ എന്നുള്ള റെക്കോർഡ് അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അവിടെയാണ് അതിനൊന്നുമുള്ള വേറെ ഒരു മാധ്യമ അന്തരീക്ഷമല്ല ഇവിടെ നടക്കുന്നത്. ഈ ബിഗ് ടിവിയെ ഈ കേരളത്തിൽ കൊണ്ടുവന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് കഴിഞ്ഞില്ല. താങ്കൾ എയർപോർട്ടിന്റെ കാര്യം പറയുന്നു. ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ KC വേണുഗോപാലിന് വളരെ വേണ്ടപ്പെട്ട ഒരു ധനാഢ്യൻ കേരളത്തിൽ ഇവിടെ വന്നത് തുടങ്ങുന്നു, അത് ഈ ഒരു KC വേണുഗോപാലിന്റെ പ്രചരണായുധമാവുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ എയർപോർട്ട് റിപ്പോർട്ടർക്ക് പറ്റില്ല. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള താങ്കളെ പോലെയുള്ള സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം ഒരു പക്ഷേ താങ്കളെ പോലുള്ളവരാണ് ചെയ്യേണ്ടത് വാസ്തവത്തില് ഇതിന്റെ ഈ ബന്ധങ്ങൾ. ബന്ധങ്ങൾക്ക് ഉപരി ഇത് ഇങ്ങനെയൊക്കെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ ഫാക്ട് ചെക്ക് മാത്രം ചെയ്താൽ മതി. ഫാക്ട് ചെക്ക് എന്നുള്ള മിനിമം ഫാക്ട് ചെക്ക് ചെയ്താൽ ഇതൊക്കെ തീർത്തു കൊടുക്കാവുന്നേ ഉള്ളൂ. അത് ചെയ്യുന്നത് നമ്മൾ ഈ മാധ്യമങ്ങളെ വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അതിലും വലിയ കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നോക്കേണ്ടത് ഇനിയുള്ള കാലത്ത് ഇസ്ലാമോഫോബിയ പടർത്താനായി വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ചില ക്രിസ്ത്യൻ കാസ പോലെയുള്ള ഓർഗനൈസേഷൻസും കോൺഗ്രസിലെ ഒരു വിഭാഗവും CPM-ഉം ഒരുമിച്ച് ശ്രമിക്കും. ഇതാണ് കേരള രാഷ്ട്രീയത്തിന്റെ നിമിഷം. എനിക്ക് നിസ്സംശയം പറയാം, ഇത് ഒരു പച്ച മന്ത്രിസഭയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ, മുസ്ലിങ്ങളുടെ മന്ത്രിസഭ തിരിച്ചു വന്നിരിക്കുന്നു എന്ന ഏക സ്വരത്തിൽ കേരളത്തിലെ ഇസ്ലാമോഫോബിക് ശക്തികൾ ഒരുമിച്ച് പറയാൻ പോവുകയാണ്. അതെങ്ങനെ നേരിടും? അവരെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഹിന്ദുത്വവാദികൾക്കും ജാതികൾക്കും പോയി നല്ല ഡിപ്ലോമാറ്റിക് ആയി സതീശൻ നീങ്ങുമോ?
അതോ അദ്ദേഹത്തിന് കൊടുത്ത മതനിരപേക്ഷ കേരളത്തിന്റെ, ജാതി വിരുദ്ധ കേരളത്തിന്റെ മാൻഡേറ്റ് അനുസരിച്ച് അദ്ദേഹം ഭരിക്കുമോ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, അല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. താങ്കൾ പറഞ്ഞ അത് തന്നെയാണ് ഇതിന്റെ കീ ക്വസ്റ്റ്യൻ. അതായത് കേരളത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു നെഹ്റുവിയൻ ഇടതുപക്ഷവുമായി മതേതര മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സതീശന് കഴിയുമോ എന്നുള്ളതാണ് വളരെ കൃത്യമായ ചോദ്യം. അതിന് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ CPM-ഉം BJP മാത്രവുമല്ല, താങ്കൾ പറഞ്ഞ പോലെ കോൺഗ്രസിലെ ഒരു ഭാഗവും ഉണ്ടായിരിക്കും എന്നതാണ് ഒരു വസ്തുത. ഇതൊക്കെ തരണം ചെയ്യാൻ അപ്പോഴും നമുക്കൊരു ആശ്വാസമുണ്ട്. ഇതുപോലെ തന്നെ സാധാരണ മലയാളി തിരിച്ചടിക്കും. ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്താൽ ഇതേ പിണറായി വിജയനെതിരെ തിരിച്ചടിച്ച വെള്ളാപ്പള്ളിയെ കൊണ്ട് നടന്ന പിണറായി വിജയനെ എതിരായി ജനവിധി എങ്ങനെ ഉണ്ടായോ അതുപോലെ വിട്ടുവീഴ്ചകൾ ചെയ്താൽ, ജനവിരുദ്ധ ശക്തികളുമായി വിട്ടുവീഴ്ച ചെയ്താൽ ഇതുപോലെ തൂത്തെറിയപ്പെടും സതീശൻ. ഞാനത് കാണുന്ന സതീശന് ഇന്നത്തെ ഈ ജനവികാരം മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും സമചിത്തത വിടാതെ കോൺഗ്രസിലെ ടീം UDF എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വികാരം അദ്ദേഹം കൊണ്ടു നടന്നാൽ മാത്രം മതി, എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് അദ്ദേഹത്തിന് കഴിവുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.